സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത്? അയ്യപ്പന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞത് അത് സർക്കാരിന്റെ പദ്ധതി അല്ലെന്നാണ്. പക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് ഉയർന്ന അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ദേവസ്വം മന്ത്രിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോ അയ്യപ്പ സംഗമത്തിൽ വെക്കുക? ഇനി ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിന്റെ അർഹത എന്താ നിങ്ങൾക്ക്? ഒന്ന് നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്തിനാ വനിതാ മതിൽ ഉണ്ടാക്കിയത്? വനിതാ മതിൽ കേരളത്തിൽ ഉണ്ടാക്കിയത് എന്തിനാണ്? ഈ സ്ത്രീ പ്രവേശത്തെ കുറിച്ച് ഈ രാജ്യത്തിലെ ഹിന്ദുമത വിശ്വാസികൾക്ക്, ശബരിമലയിൽ പോകുന്നവർക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താണ്? 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, അതിനിടയിലുള്ളവർ അമ്പലത്തിൽ കയറരുത്. അപ്പൊ ഒരുത്തൻ ചോദിക്കാൻ, എന്താ കയറിയാൽ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോ മതത്തിനകത്തുമുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ആ മതത്തിന്റെ നേതൃത്വമല്ലേ തീരുമാനിക്കേണ്ടത്? ആ വിശ്വാസികളല്ലേ തീരുമാനിക്കേണ്ടത്? സർക്കാരാണോ? സർക്കാരിന് മതവിശ്വാസങ്ങളിൽ കൈകടത്താനുള്ള എന്ത് അവകാശമാണ് ഈ രാജ്യത്തിലെ ഭരണഘടന? പിണറായി വിജയനല്ല അതിനപ്പുറത്തുള്ള തമ്പുരാക്കന്മാർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ഇല്ലല്ലോ. അതാ മതവിശ്വാസികൾ തീരുമാനിക്കും, അത് അവരുടെ അവകാശമല്ലേ? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങള്, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട്, ആചാര രീതികളുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അന്ന് വനിതാ മതിൽ കെട്ടിയിട്ട് CPM-കാരാ നിങ്ങൾ ചെയ്ത തോന്നിവാസം എന്താണെന്നറിയോ? ആ വനിതാ മതിലിൽ പർദ്ദയിട്ട മാപ്പിള പെണ്ണുങ്ങളെ നിർത്തിയിട്ട് എന്റെ കൈരളി അത് പ്രസിദ്ധീകരിച്ചു. മാപ്പിളക്ക് എന്താ അവിടെ കാര്യം? ഇവിടുത്തെ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ടേ എന്ന ചോദ്യത്തിന് ഇവിടുത്തെ മുസ്ലിമിന് എന്താ കാര്യം? മുസ്ലിമിന്റെ പണിയെടുത്താ പോരെ? അവന്റെ മതത്തിന്റെ കാര്യം അവൻ നോക്കിയാ പോരെ? മറ്റൊരു മതവിശ്വാസികളുടെ ആചാരങ്ങളിലും രീതികളിലുമാണോ അവൻ ഇടപെടേണ്ടത്? അതാണോ മര്യാദ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ?